എന്നെ പുറത്താക്കിയതാണോന്നോ അല്ലെങ്കിൽ എനിക്കെതിരെ കളിച്ചിട്ടുണ്ടോന്നോ മറ്റേ അത് അവളുടെ മിടുക്കാണെന്നോ ഇത് എല്ലാം എനിക്കറിയാം. പക്ഷേ എവിക്ഷൻ നിൽക്കുമ്പോൾ ചിരിക്കുന്നത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായന നല്ല വർത്താനം വരും. ഗബ്രിയുടെ എവിക്ഷൻ ജാസ്മിനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലോ? എന്നെ പുറത്താക്കുക എന്നുള്ളത് ജാസ്മിൻ്റെ ആവശ്യമായിരുന്നെങ്കിൽ അപ്പം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും. ഗബ്രി പറഞ്ഞിട്ടുണ്ട് അട്രാക്ഷനെ കുറിച്ചിട്ട്. സോ ഇത് ഗബ്രി എങ്ങനെ എടുക്കുന്ന അറിയില്ല. ബേസിക്കലി അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് ബുൾഷിറ്റ്. ദാറ്റ്സ് റസ്മിൻ്റെ അടുത്ത് എനിക്ക് അട്രാക്ഷൻ ഉണ്ടെന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം, കാണിച്ചു തരാണെങ്കിൽ. ജാസ്മിനോട് ഞാൻ ചെയ്യുന്ന ഫിസിക്കൽ ഇൻറ്റിമസി മുഴുവൻ ഞാൻ ഇവിടെ പലരോടും ചെയ്യുന്നുണ്ട്. റസ്മിന് ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട്, കവളത്ത് അല്ലെങ്കിൽ നെറ്റത്ത് കെട്ടിപ്പിടിക്കാറുണ്ട്, കൈ പിടിച്ചിരിക്കാറുണ്ട്. ജാസ്മിൻ്റെ അടുത്ത് കാണിക്കുന്ന സെയിം ഫിസിക്കൽ ഇൻറ്റിമസി അവിടെയും കാണിക്കുന്നുണ്ട്. പക്ഷേ റസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ജാസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നം. ജാസ്മിൻ്റെ അടുത്ത് കാണിച്ചതിൽ മാത്രമാണ് ആളുകൾക്ക് സംശയമുള്ളത്. കുറേ പേര് ലവ് സ്ട്രാറ്റജി കളിക്കാൻ വേണ്ടി വന്ന് കളിച്ചിട്ടുള്ളവരുണ്ട്. എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം റൊമാൻസാണ്. ഇങ്ങനെ കളിച്ചോളാം, ഇന്ന സ്ട്രാറ്റജി എടുക്കില്ല എന്ന കോൺട്രാക്റ്റിലില്ല, എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറേ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും. ഞാനും ജാസ്മിനും ഒരുമിച്ചിരുന്ന ആ നിമിഷം 2-3 ക്യാമറകൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് തിരിയും. നമ്മൾ മനസ്സിലൊരു ബ്ലോക്ക് വെക്കും, ഓക്കെ ഇത് എൻ്റെ ടൈപ്പ് അല്ല, അല്ലെങ്കിൽ ഇത് ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു സാധനമാണ്. ഞങ്ങളുടെ ഇടയിൽ ക്ലാരിറ്റി ഉണ്ട്, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല. പ്രണയം തോന്നുന്നുണ്ട്, അത് പിടിച്ചു വെച്ചേക്കാണ് എന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. പ്രണയത്തിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. കാരണം ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയണത്. ദ നെയിം ഈസ് മോർ ദാൻ എനഫ്. സോ ഗബ്രി, സോ വെൽക്കം. താങ്ക് യു. ഈ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് എങ്ങനെയുണ്ട് ഒരു ജേണിയൊക്കെ? ഇറ്റ്സ് ഫൈൻ. ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും സ്കെയില് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു എന്തായിരിക്കും എന്നുള്ളത്, പക്ഷെ അതിൻ്റെ സ്കെയില് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആണ്. നെഗറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും എന്ന് നമുക്കറിയായിരുന്നു. പക്ഷെ ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തി അല്ലെങ്കിൽ എത്ര വലുതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അത് ആ ഒരു സ്കെയിലിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ആക്ടറായിട്ട് അവിടെ പോവുക, അവിടെ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, പല രീതിയിൽ ഒരു 3-4 ദിവസമായിട്ട് ഈ ചർച്ചയാവുക, ഇതൊന്നും ലൈഫിൽ സംഭവിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പൊന്നും. ഈ ഒരു ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇൻഡസ്ട്രിയായിട്ട് ഒട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ അനൗൺസ് ചെയ്ത ദിവസം ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പൂജ കഴിഞ്ഞിട്ടാണ് ഇവിടെ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ പോലും അറിയുന്നത് ഞാൻ കമൽ സാറിൻ്റെ ഹീറോ ആയിട്ട് ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ പിറ്റേ ദിവസം ലക്ഷദ്വീപിൽ പോയതുകൊണ്ട് അവർക്ക് ആർക്കും കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അന്ന് ഇത്ര ഹൈപ്പ് ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ഹൈപ്പായിരുന്നു. കാരണം മമ്മൂക്കൊക്കെ ആയിരുന്നു അന്ന് പൂജയ്ക്ക് വന്നിരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്ലിപ്പായി. കാരണം ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സിനിമയിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു സിമിലർ പരിപാടിയാണ്. ഞാൻ ഇതിൽ പോയപ്പോഴും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പുറത്ത് എല്ലാവരും അറിയണത്. അപ്പം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെന്താ നടക്കണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മറ്റേ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ദിവസമാണ് എനിക്കൊരു ഹോൾ ഐഡിയ കിട്ടിയത്. ഇപ്പോൾ ഈ ജാസ്മിൻ ഗബ്രിയാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയങ്ങൾ ഒന്നായിട്ടുള്ളത്. ഇതിന് ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു ജസ്റ്റിഫിക്കേഷൻ പോയിന്റുകളുണ്ട്. കാരണം ഈ ബിഗ് ബോസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നത് മുതൽ കേട്ടിരുന്ന ഒരു പേരുകളിലൊന്ന്, അതിൽ ഏറ്റവും കൂടുതൽ വന്ന പേരുകളിലൊന്ന് ജാസ്മിൻ്റെതായിരുന്നു. ഗബ്രിയുടെ ലാസ്റ്റ് റൗണ്ടിലാണ് ഗബ്രി എന്ന് പറഞ്ഞ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇവർ കയറി ഫസ്റ്റ് ഡേ ഇവർ തമ്മിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. അതിനാണ് ആളുകൾ ആദ്യം ചോദിച്ചത്. എനിക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻസ് ആണ് ഞാൻ പോയിന്റ്. അപ്പോൾ ഇതിനെന്താ ക്ലാരിഫിക്കേഷൻ പറയാനുള്ളത്? എങ്ങനെ കണക്ട് ആയെന്നാണ് എനിക്കും അറിയില്ല. ഞാൻ പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരാളാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്യാറ്. അല്ലെങ്കിൽ എനിക്ക് കേരളത്തിലുള്ള ഫ്രണ്ട്സായിട്ടൊന്നും ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ട്രാവൽ ചെയ്തിട്ടുള്ളത് എനിക്ക് നോർത്ത് ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡിൽ നമുക്ക് അറിയാവുന്നവരായിട്ടാണ്. ഇന്റർനാഷണൽ ട്രിപ്പുകളാണെങ്കിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജാനുവരിയിൽ കസാഖ്സ്ഥാൻ പോയി. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ലാംഗ്വേജ് പോലും അറിയാത്ത ആൾക്കാരായിട്ട് നമ്മൾ അതിനേക്കാളും പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനുഷ്യരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കണക്ട് ആവുന്ന ആളാണെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് പെട്ടെന്ന് കണക്ട് ആവും. എന്ത് ടോപ്പിക്ക് സംസാരിക്കണം, സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് കണക്ട് ആവും. അത് ആവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ആരായാലും ആവും. ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം തന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവണവരുണ്ട്. റോക്കിയും സിജോ ഫസ്റ്റ് ദിവസം വന്ന സമയത്ത് തന്നെ കണക്ട് ആയി ഒരുമിച്ച് ഗെയിം കളിച്ചവരാ. അതിനാരും ഒന്നും പറഞ്ഞിട്ടില്ല.
ഞാൻ ഒരിക്കലും ഗെയിം ജാസ്മിന്റെ കൂടെ ഒരുമിച്ച് ആദ്യത്തെ ആഴ്ച ഒന്നും കളിച്ചിട്ടില്ല. ജാസ്മിൻ വേറെ ടീമായിരുന്നു, റോക്കി സിജോ ഒരു ടീമായിരുന്നില്ല. ക്യാപ്റ്റൻസി ടാസ്കിൽ ആദ്യത്തെ ടാസ്കിൽ സെക്കൻഡ് ഡേ അവർ ഒരുമിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഓൾറെഡി പരിപാടി കഴിഞ്ഞു. അതിനെ ആരും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ഞാനും ജാസ്മിനും ആദ്യത്തെ രാത്രി, ജാസ്മിന് മാത്രമല്ല രതീഷ് ചേട്ടനും നോറ ഉണ്ടായിരുന്നു. ജാസ്മിനോട് ഉണ്ടായിരുന്ന സെയിം കണക്ഷൻ തന്നെ എനിക്ക് രതീഷ് ചേട്ടനോട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഞാൻ രതീഷ് ചേട്ടനോട് സംസാരിച്ചിരുന്നത്. രതീഷ് ചേട്ടൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ബേസിക്കലി ജാസ്മിൻ്റെ അടുത്ത് കാണിച്ചതിൽ മാത്രമാണ് ആളുകൾക്ക് സംശയമുള്ളത്. അതിലെനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര സിമിലർ തോട്ട് പ്രോസസ് ഉള്ള ആളാണ് ഞാനും ജാസ്മിനും. വേണമെങ്കിൽ ഒരു ട്വിൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ പറയാം. അതായത് എൻ്റെ മൈൻഡിലുള്ളത് എന്താണോ അത് ഞാൻ പറയാതെ തന്നെ ജാസ്മിൻ്റെ മൈൻഡിലേക്ക് വരും. നോമിനേഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് കാണുന്നവർക്ക് അറിയാം, ഞങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാറില്ല. ഞങ്ങൾ ഗെയിം ഡിസ്കസ്സേ ചെയ്യാറില്ല. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ടണലിൽ ഒരുമിച്ച് വന്ന സമയത്ത് എങ്ങനെ കളിക്കണം, ആരെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ നിമിഷം വരെ ജാസ്മിൻ്റെ അടുത്ത് ഞാൻ ഇന്നയാളെ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നയാൾ ഇങ്ങനെയാണ്, മറ്റേ ഗെയിം ഇങ്ങനെയായിരുന്നു, ഗെയിം നമുക്ക് ഇങ്ങനെ ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം, ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നോമിനേഷൻസ് ഭയങ്കര സിമിലർ ആയിരിക്കും. അതും സീക്രട്ട് നോമിനേഷൻ, മറ്റേ നമ്മുടെ കൺഫെഷൻ റൂമിലുള്ള നോമിനേഷൻ, അത് ജയിൽ നോമിനേഷൻ ആണെങ്കിലും മറ്റേ നോമിനേഷൻ ആണെങ്കിലും. കാരണം നമുക്ക് ചിന്തിക്കുന്ന രീതി ഭയങ്കര സിമിലറാണ്. ഞാൻ എങ്ങനെയാണോ ഗെയിമിനെ നോക്കി കാണുന്നത്, ഞാനൊരു വ്യക്തിനെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, അതിൻ്റെ ലെവലിൽ ഏകദേശം സിമിലർ ആയിട്ടാണ് ജാസ്മിൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു റാപ്പോ കറക്റ്റായിട്ട് കണക്റ്റ് ആവും. അതായത് രണ്ട് ഈക്വൽ ചേരുന്ന പസിൽ പീസുകൾ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചേരും. മറ്റേതാണ് ഷേപ്പ് മാറ്റിയെടുത്ത് ചേർക്കേണ്ടത്, സ്ലോ ആയിട്ട് ചേർക്കേണ്ടത്. രണ്ടും സെയിം ആണെങ്കിൽ ഇപ്പോൾ 2 ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, പെട്ടെന്ന് ചേരും. എണ്ണയും വെള്ളമാണെങ്കിൽ കലക്കി എടുക്കണം. അത് അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഞങ്ങൾ ഭയങ്കര സിമിലർ ചിന്താഗതിയുള്ള ആൾക്കാരാണ്, മെൻറ്റാലിറ്റി സിമിലർ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ദിവസം സംസാരിച്ചു, അതും ഞങ്ങൾ പാട്ട് പാടി. അതിന് വേറൊരു കാരണം രതീഷ് ചേട്ടനാണ്. ഞങ്ങൾ കമ്പനി ആവാൻ ഏറ്റവും വലിയ കാരണം രതീഷ് ചേട്ടനാണ്. അയാൾ പുറത്തു വന്നിരുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും പുറത്ത് പോയിരുന്ന് സംസാരിച്ചതും ടോപ്പിക് ഗെയിമിൽ നിന്നും. പക്ഷേ ഈ പറഞ്ഞ പോലെ രതീഷ് ചേട്ടന് ഒരു ഇതുണ്ടാവില്ല. കാരണം ഇവര് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായത് രതീഷ് ചേട്ടൻ ഉൾപ്പെടെ പിന്നീട് പറയുന്നുണ്ട്. ഇവര് തമ്മിൽ ഒരു ബോണ്ടിങ് പ്രത്യേകിച്ചുണ്ട്. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ. ഐ വുഡ് ബ്ലെയിം ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ്. കാരണം കുറേ പേര് ലവ് സ്ട്രാറ്റജി കളിക്കാൻ വേണ്ടി വന്ന് കളിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒരു ആണും പെണ്ണും ബിഗ് ബോസിൽ ഒരുമിച്ച് ഇരുന്നാൽ പോലും ഫസ്റ്റ് ആളുകളുടെ മനസ്സിലേക്ക് വരാം ലവ് സ്ട്രാറ്റജി. ഓക്കെ, കാരണം അതാണ് സേഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് എല്ലാവരും പറയുന്നത്. അതാണ് ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലാസ്റ്റ് വരെ പോകാൻ പറ്റുന്ന സ്ട്രാറ്റജി. ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ, ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു ചോദ്യം ചോദിക്കാം. ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ, ഐ എം ആൻ ആക്ടർ. എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് റൊമാൻസാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം റൊമാൻസാണ്. ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ആരെയും അറ്റാക്ക് ചെയ്യണ്ട, ആരെയും എതിർത്ത് നിൽക്കണ്ട, ആരോടും തല്ലുപിടിക്കണ്ട. എനിക്ക് ജാസ്മിൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ വിളിച്ചിരുത്തി അവരുടെ സമ്മതത്തോടു കൂടി അവസാനം വരെ ക്യൂട്ടായിട്ട് നിന്നാൽ മതി. എനിക്ക് നല്ല അടിപൊളിയായിട്ട് റൊമാൻസ് അഭിനയിക്കാൻ അറിയാം. എനിക്ക് വേറെ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല, അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പവർ റൂമിൽ കയറാൻ നോക്കേണ്ട ആവശ്യമില്ല. പുറത്ത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് ചില്ല് ചെയ്ത് സംസാരിച്ച് ചെയ്താൽ മതി. ഞാനും ജാസ്മിനും ഇൻഡിവിജ്വലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ടാസ്കുകളിലാണെങ്കിലും ഗെയിമുകളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും. അതിൻ്റെ ഒപ്പം ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കമ്പനി ആയിട്ടുള്ളത്. അതൊരിക്കലും ഒരു സ്ട്രാറ്റജി ആയിരുന്നില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം ടീമുകളായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ബോണ്ട് വരും. എല്ലാ റൂമിലും ശ്രദ്ധിച്ചു നമ്മൾ ഒരുമിച്ച്. ഞാൻ മാത്രമാണ് വീണ്ടും ടീമായിട്ട് അധികം കണക്ട് ആവുന്നത്. കാരണം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ടീമിൽ. എല്ലാവരും എന്നെക്കാളും എൽഡറായിരുന്നു. എനിക്ക് ആ ഒരു ഏജ് ഗ്യാപ്പ് ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് അവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര പ്രശ്നമാണ്. സിജോ അല്ലെങ്കിൽ അർജുനൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ, റോക്കി ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് കണക്ട് ആയേനെ. അതാണ് ഡെന്നിനും നെസ്റ്റിനും ടണലിനും കിട്ടിയ അഡ്വാൻറ്റേജ്. അതാ എനിക്ക് എൻ്റെ ഗ്രൂപ്പിലായിട്ട് ആദ്യം തന്നെ വന്നത് എനിക്ക് ഒരു രീതിയിലും കണക്ട് ആവാത്ത 4 പേരായിരുന്നു. ജാൻമണി ആണെങ്കിലും, ശ്രീരാജ് ചേച്ചി ആണെങ്കിലും, യമുന ചേച്ചി ആണെങ്കിലും, നിശാന ചേച്ചി ആണെങ്കിലും. നിശാന ചേച്ചിക്ക് ആ ഗെയിം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാനപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. യമുന ചേച്ചിക്ക് ഉള്ള പേഴ്സ്പെക്റ്റീവ് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ചിന്താഗതിയായിട്ട് ചേർന്നേ പോവില്ല. ജാൻമണി ആദ്യത്തെ ആഴ്ച ഭയങ്കര എന്താ പറയുക, ഒറ്റബുദ്ധി പോലെയായിരുന്നു. ചാടി പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കും, പെട്ടെന്ന് ഇത് ചെയ്യും, മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കണം ബേസിക്കലി. ശ്രീദേവി ചേച്ചി എന്താ പറയണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഒരു ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ആഴ്ച. അപ്പോൾ 4 പേരായിട്ടും എനിക്ക് റാപ്പോ ഇല്ല. പിന്നെ അതിനേക്കാളും കൂടുതൽ റാപ്പോ എനിക്ക് ടണലായിട്ടുണ്ട്. നോറ, ജാസ്മിൻ, രതീഷ് ചേട്ടൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോടാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ വരുള്ളൂ. രാത്രി നമ്മൾ എല്ലാ ദിവസവും പോയി സംസാരിക്കുമ്പോൾ രതീഷ് ചേട്ടനും ഞാനും ജാസ്മിനും ഉണ്ട്. നോറ പിന്നെ പോയി. അതിനുശേഷം രതീഷ് ചേട്ടൻ ഗെയിം തുടങ്ങിയതിന് ശേഷമാണ് രതീഷ് ചേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പതുക്കെ ഒഴിവായത്. അപ്പോൾ ബേസിക്കലി 2 പേരുള്ളത് പ്രശ്നമില്ലെങ്കിൽ അവരല്ലേ ഒരുമിച്ചിരിക്കുള്ളൂ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ചോദ്യം. ഇപ്പൊ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഈ ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് ഗെയിം പ്ലേ ആണ്.
അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുള്ളതല്ലേ ശരിക്കും അവിടെ ഒരു ഒബ്വിയസ്ലി ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതിൽ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളത് അതൊരു അതിര് വിടുമ്പോഴാണ്. നമ്മൾ ക്ലാരിറ്റി കൊടുത്തു. ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ലവ് സ്ട്രാറ്റജി കളിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗെയിമിൽ കൂടെ. പക്ഷെ എന്നാലും എനിക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന 3-4 കാര്യങ്ങൾ ഇത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. എന്നെ അത് എഫക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ജാസ്മിൻ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരു പെൺകുട്ടിയാണ് ഒന്നുമില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എഫക്ട് ചെയ്യും. ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ മാത്രമാണ് ഞാൻ അതിനോട് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. മനസ്സിലായില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഒരാളുടെ അടുത്തും പോയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടുള്ള 2 പേര് ജാസ്മിനും ഗബ്രിയാണ്. അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആരെ അറ്റാക്ക് ചെയ്താൽ അവർ അത് ഗ്രഡ്ജസ് വെച്ചുകൊണ്ടിരിക്കില്ല അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എടുക്കില്ല എന്നറിയാവുന്നവരെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുള്ളൂ. നോമിനേഷൻ, ഋഷിനെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ഋഷി റിയാക്ട് അങ്ങനെ ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ആരും നോമിനേറ്റ് ചെയ്യില്ല. ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ റിയാക്ട് ചെയ്യും. ജാൻമണിയെ നോമിനേറ്റ് ചെയ്തോ ജാൻമണി ശപിക്കും അല്ലെങ്കിൽ ഇത് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ചെയ്യില്ല. ഗബ്രീനെയും ജാസ്മിനെയും നോമിനേറ്റ് ചെയ്താൽ അവർ ആ ഗെയിം സെൻസിൽ അത് എടുക്കും. സിജോ ഗെയിം സെൻസിൽ അത് എടുക്കും. അതുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് കുറേ പ്രാവശ്യം എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ജയിലിലേക്കാണെങ്കിലും ടാസ്കുകളിൽ ഞാൻ സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് നിന്ന് ആ ക്യാപ്റ്റൻസി ജയിച്ച ആഴ്ച പോലും ഞാനാ ജയിലിൽ പോയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ളവർക്ക് സേഫ് ഓപ്ഷൻ ആയിരുന്നു ഞാനും ജാസ്മിനും. കാരണം ഞങ്ങൾ റിയാക്ട് ചെയ്യില്ല, ഞങ്ങളതൊരു ഗെയിം സെൻസിൽ എടുക്കൂ. അതുകൊണ്ടുകൂടിയാണ് അറ്റാക്ക് ചെയ്യണത്. പിന്നെ അവർക്കറിയാം സ്ക്രീൻ സ്പേസ് ആർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളത്. അത് ബേസിക്കലി എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ക്യാമറകളുടെ തിരിയണ രീതി അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്തുനിന്നേ നമുക്ക് ജഡ്ജ് ചെയ്യാം എങ്ങോട്ടാണ് കൂടുതൽ സ്പേസ് പോകുന്നതെന്നുള്ളത്. ഞാനും ജാസ്മിനും ഒരുമിച്ചിരുന്ന ആ നിമിഷം 2-3 ക്യാമറകൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് തിരിയും. ഞാനത് ശ്രദ്ധിക്കും. ഞാൻ ഫസ്റ്റ് ദിവസം തൊട്ട് ആ ക്യാമറയുടെ കമ്പനി മോഡൽ നമ്പറും പരിപാടികളൊക്കെ നോക്കി ആ വീടിൻ്റെ അകത്തുള്ള സ്ട്രക്ചറും സെറ്റും ലൈറ്റിങ്ങും എല്ലാം എനിക്ക് ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള മൊത്തം പരിപാടികൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ എന്തായിരിക്കും നടക്കണേ, ലൈറ്റിംഗ് എങ്ങനെയായിരിക്കും, ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയായിരിക്കും, സെറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതാണ്, സെറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, പുറത്തുള്ള അതിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എനിക്ക് സിനിമാറ്റോഗ്രഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സൂം ചെയ്യാണോ, ക്യാമറ വൈഡിലാണോ, ഫോക്കസ് എവിടെയാണ്, എപ്പോഴാണ് തിരിയുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ള ആംഗിളും പരിപാടികളും ഒക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കും 3-4 ക്യാമറകൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയും. അത് അവിടെ ഉള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ആർക്കാണ് കൂടുതൽ സ്പേസ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ സ്പേസ് കിട്ടുമെന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അതൊരിക്കലും ഒരു തെറ്റല്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം വീട്ടിലുണ്ട്. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കളിച്ചോളാം, ഇന്ന സ്ട്രാറ്റജി എടുക്കില്ല എന്ന കോൺട്രാക്റ്റിലില്ല. എങ്ങനെ വേണമെങ്കിലും കളിക്കാം, ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ചെയ്യില്ല എന്നൊക്കെയാണ് ആ കോൺട്രാക്റ്റിലുള്ളൂ. ബാക്കി അത് എങ്ങനെ കളിക്കണം, ആരോടൊപ്പം കളിക്കണം, ഗ്രൂപ്പായിട്ട് കളിക്കണോ, ഒറ്റയ്ക്ക് കളിക്കണോ, തലകുത്തി നിൽക്കണോ, ഡാൻസ് കളിക്കണോ, ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ഇതിന്റെ ഇടയിൽ വന്നിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. റസ്മിൻ ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ലാലേട്ടൻ ഒരു എപ്പിസോഡ് മുഴുവനും അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡ് മുഴുവനും ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ 2 പേരെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരു എപ്പിസോഡൊന്നുമല്ല, ഒരു 3-4 ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് മുഴുവൻ ഇത് തന്നെയായിരുന്നു. അപ്പോഴും ഈ ഒരു നിങ്ങളുടെ ഇടയിൽ ഒരു കോൺഷ്യസ്നസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അതിനകത്ത് അൻസിപ്പ പറയുന്ന ആളെ ഏറ്റവും കൂടുതൽ പുറത്ത് ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ്, ജാസ്മിന് ഇത്രയും ക്ലാരിറ്റി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ജാസ്മിന് പുറത്തൊരു പറഞ്ഞ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ജാസ്മിൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു ക്ലാരിറ്റിയുടെ കുറവിനെ കുറിച്ച് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബോർഡർ ഞങ്ങൾ വെച്ചേക്കണം എന്നുള്ളത്. ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെൻറ്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറേ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും. കല്യാണം കഴിഞ്ഞവർ ഹൃത്തിക് റോഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നാതിരിക്കില്ലല്ലോ. നല്ലൊരു സാധനം കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കണ്ടാൽ നമുക്ക് ആഗ്രഹം തോന്നും. ഞാൻ ഭക്ഷണം ഒരു മനുഷ്യനെയും ഇത് ചെയ്യാല്ല, ഞാൻ അതിൻ്റെ ബേസിക് ഐഡിയ പറയണത്. നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസാണ് നമുക്ക് വരുന്ന ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യണത്. ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത്. ഒരാണും പെണ്ണും അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ സ്റ്റാറ്റസിലുള്ളവരാണെങ്കിലും അവർ തമ്മിൽ കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യാനേ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം അത് നാച്ചുറലി ഓർഗാനിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ്, അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ്.
അതാണ് മൊറാലിറ്റി. അതായത് എനിക്ക് ഇങ്ങനെയുണ്ട്, അപ്പോൾ ഞാനിത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിത് ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് മൊറാലിറ്റി. അത് പറഞ്ഞത് എങ്ങനെയാണ് പെർസ്പെക്റ്റീവ് അത് ആൾക്കാർ പെർസീവ് ചെയ്തിട്ടെന്നുള്ളതിലാണ് പ്രശ്നം. നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയും വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മളിവിടെ പ്രഷർ സിറ്റുവേഷനിലാണ്, ഒരുമിച്ചാണ്, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടം തോന്നാം, അതുകൊണ്ട് അതിലേക്ക്, പക്ഷേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ച് കറക്റ്റായിട്ട് നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെയാണ് പുറത്ത് ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ളവർ തന്നെയാണ് ഇത് വളച്ചൊടിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതായത് അവര് അല്ല, അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് അതിന്. കാരണം സുരേഷ് ഏട്ടൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ആളാണ്, ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഫേസ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ് പുള്ളി പറയുന്നത്. അതായത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. സോ അതിലൊരു കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായിട്ടുള്ളത്. ഞങ്ങളുടെ ഇടയിൽ ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് പുറത്തെ അവസ്ഥ, എന്താണ് നടക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടമുള്ളൊരു സാധനം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അറിയാം ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിലൊരു ബ്ലോക്ക് വെക്കും. ഓക്കെ, ഇത് എൻ്റെ ടൈപ്പ് അല്ല, അല്ലെങ്കിൽ ഇത് ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു സാധനമാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാം. ആ ഒരു ബൗണ്ടറിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ പ്രണയം തോന്നുന്നുണ്ട് അത് പിടിച്ചു വെച്ചേക്കാണ് എന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. പ്രണയത്തിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. കാരണം അതിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടനാണെങ്കിലും നോറയാണെങ്കിലും ആരും ഇത്രയും ഒറ്റപ്പെട്ടിട്ടില്ല. അവർക്കൊക്കെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആരുടെ കൂടെ സംസാരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാനും ജാസ്മിനും ഒറ്റയ്ക്കാണ് നിന്നത്. രണ്ടാമത്തെ ആഴ്ച കോർണർ ചെയ്തൊരു മൂലയ്ക്ക് ഇട്ടേക്കായിരുന്നു. ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കും ജാസ്മിനും കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാർ ടോപ്പിക്ക് മാറ്റും, നമ്മൾ ചെല്ലുമ്പോൾ അവർ സംസാരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ എന്തോ ഒരു വേർതിരിച്ച് അങ്ങനെ ഒരു രീതിയിൽ കാണും. ദേ ലവ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഒരു മൂലയ്ക്കേക്ക് ഒഴിവാക്കിയിട്ട് ഭയങ്കരമായിട്ട് കോർണർ ചെയ്ത് അറ്റാക്കും ചെയ്യും. ഒഴിവാക്കിയതിൽ മാത്രമല്ല, കോർണറും ചെയ്യും, അറ്റാക്കും ചെയ്യും. 16 പേര് നമുക്ക് എതിരെ നിന്ന് നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തൊരു കോർണറിലേക്ക് വരുമ്പോൾ 2 പേര് തമ്മിൽ ഒരു ബോണ്ട് വരും. ആ ബോണ്ട് വേറൊരു രീതിയിലേക്ക് പോവാതിരിക്കണം എന്നുള്ള ക്ലാരിറ്റിയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യമല്ലേ അത്? എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു വെച്ചാൽ അവരുടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസ് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേര് കോംബോ ചേർത്താ പറയാ, ഗബ്രി ജാസ്മിൻ അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി എന്നാ പറയാ, അല്ലെങ്കിൽ ഗബ്രി ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ജാസ്മിൻ ഇൻഡിവിജ്വൽ ഗെയിമർ എന്ന പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരിക്കലും ആളുകൾ ചേർത്ത് വായിക്കുന്നില്ല. അതും നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയല്ലേ? എന്റെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. അത് എന്റെ മിസ്റ്റേക്കേ അല്ല. എൻ്റെ പെർഫോമൻസ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കൂടെ ഞാൻ ചേർന്ന് കളിച്ചിട്ടുള്ള ഒരേ ഒരു ആഴ്ചയുള്ളൂ. ടണലിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച ആഴ്ച. പവർ റൂമിൽ കയറിയത് ആഴ്ചയല്ല, പവർ റൂമിൽ ഉണ്ടല്ലോ, ഒരുമിച്ച് ഉണ്ടായിരുന്നല്ലോ പവർ റൂമിൽ. പക്ഷെ അത് ഒരുമിച്ച് മത്സരിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരുമയോടെ മത്സരിക്കേണ്ട ആവശ്യം അവിടെ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞത്. അത് എന്തായിരുന്നു ടാസ്ക്? സെക്കൻഡ് വീക്ക് ജാസ്മിൻ പവർ റൂമിൽ കയറിയതിനു ശേഷം നമ്മൾ മത്സരിച്ച ടാസ്ക്, അതിൽ എന്തായിരുന്നു ടാസ്കുകൾ? പക്ഷെ പവർ റൂമിൽ ഉണ്ടായിരുന്നല്ലോ ഒരുമിച്ച്. പക്ഷെ ഞങ്ങൾ ഒരു ടീമിലുള്ള സമയത്ത് മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ഗെയിം കളിച്ചിട്ടുള്ളൂ. ഞാൻ സിമ്പിളായിട്ട് കാര്യം ചോദിക്കാം. ഞാൻ ജാസ്മിൻ്റെ കൂടെയാണ് കളിച്ചിരുന്നതെങ്കിൽ ജാസ്മിനെ എൻ്റെ ടീമിലേക്ക് കൊണ്ടുവരാനും എൻ്റെ ഒപ്പം പവർ റൂമിലേക്ക് കയറ്റാനും ഞാൻ നോക്കൂ, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിർത്താൻ ഞാൻ നോക്കില്ലേ? 5 പ്രാവശ്യം പവർ റൂമിൽ ഞാൻ കയറിയിട്ടുണ്ട്, ജാസ്മിൻ 1 പ്രാവശ്യം കയറിയിട്ടുള്ളൂ. അതിൽ തന്നെ അറിയാം ഇൻഡിവിജ്വൽ ഗെയിം ഡിഫറൻസ് എന്താണെന്നുള്ളത്. മറ്റേ അൻസിബ ഇപ്പൊ വേറൊരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നു, ജാസ്മിൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അൻസിബ ഋഷിക്ക് വേണ്ടി സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഋഷി അൻസിബയ്ക്ക് വേണ്ടി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവൾക്ക് വേണ്ടി സംസാരിക്കും, ഇവളെ എതിർത്താൽ ഞാൻ അവളുടെ മുമ്പിൽ നിന്ന് അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഞാൻ നേരെ ഓപ്പോസിറ്റാ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജാസ്മിന്റെ ഇൻഡിവിജ്വൽ ഗെയിമിനെ ഞാൻ ഇടപെടില്ല, ജാസ്മിന്റെ ഫൈറ്റുകളെ ഞാൻ ഫൈറ്റ് ചെയ്യില്ല. ഒരു പരിധി വിടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഹേർട്ട് ആവുന്നു, തളർന്നു പോകുന്നു, എൻ്റെ ഫ്രണ്ട് തളർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വിഷമം വരും, ഞാൻ അതിനെ ചോദ്യം ചെയ്യും. പക്ഷെ വേറെ കാര്യമുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് ബിഗ് ബോസിൽ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ആവശ്യം? അത്
സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്ന് പറയുന്നുണ്ട്, അതൊരു ഗെയിമാണെന്ന് പറയുന്നുണ്ട്, ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഹ്യൂമൻ ഇമോഷൻസിൽ പെടില്ലേ? ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ഇൻഡിവിജ്വൽ പിന്നെ ഞാൻ ചോദിക്കാം, ഞങ്ങൾ മാത്രമാണ് അതിന്റെ അകത്തുള്ള സൗഹൃദം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിച്ചാൽ പോലെ എന്ന് ചോദിക്കാം. ഞങ്ങൾ മാത്രമല്ല അതിന്റെ അകത്തുള്ള സൗഹൃദം. ടീമുകൾ തമ്മിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ കുഴപ്പമില്ല, രണ്ടുപേരും മാത്രം ഒരുമിച്ച് കളിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വിരോധാഭാസമായിട്ട് തോന്നിയിട്ടുള്ളത്. കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഡെന്നിനും ടണലിലും ഒരുമിച്ച് കളിക്കാമെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും ഒരുമിച്ച് കളിക്കാമെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡെന്നും ടണലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും ജാസ്മിൻ രണ്ട് ഇൻഡിവിജ്വൽ എന്താ എന്തുകൊണ്ട് അപ്പൊ പിന്നെ എന്താ വ്യത്യാസം അതിൽ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് 10 പേർക്ക് ഒരുമിച്ച് കളിക്കാമെങ്കിൽ സിബിൻ വന്ന ആഴ്ച 12 പേർക്ക് ഒരുമിച്ച് നിൽക്കാമെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് നിന്നൂടെ? പക്ഷെ അത് അവിടെ ഓപ്പോസിറ്റ് വരുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണല്ലോ. എന്തുകൊണ്ടായിക്കൂടാ? ഞാൻ ഒരിക്കലും ആ ഗെയിമിന്റെ റൂൾസിൽ എഴുതിയിട്ടില്ല ജാസ്മിനും ഗബ്രി ഒരുമിച്ച് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 2 ഇൻഡിവിജ്വൽസിന് ഒരുമിച്ച് ഗെയിം കളിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല. ഞാൻ പറയുന്നത് കളിച്ചിട്ടില്ല എന്നാ. നിങ്ങൾ കാണുന്നതാണ് അതിന്റെ പ്രശ്നം. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്, ഇമോഷണൽ സപ്പോർട്ടായിട്ടും മെന്റൽ സപ്പോർട്ടായിട്ടും നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഗെയിം പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കളിക്കുകയാണെന്ന് പറയണമെങ്കിൽ അവർ ഗെയിം ഡിസ്കസ് ചെയ്യണം. ഏതെങ്കിലും ലൈവിൽ ഏതെങ്കിലും ഗെയിമിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കാത്തൊരു ഗെയിം, അതായത് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കളിക്കാത്തൊരു ഗെയിം ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഇൻഫാക്ട് ജാസ്മിൻ്റെ ടീമിൽ എന്താണ് നാടകം, എന്താണ് നിങ്ങളുടെ സ്കിറ്റ് എന്ന് ചോദിച്ച സമയത്ത് ജാസ്മിൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ടീമിലെ കാര്യങ്ങൾ ഞാൻ പുറത്തുനിന്ന് പറയില്ല എന്ന്. അതിൽ തന്നെ അതിൻ്റെ ഉത്തരം ഓൾറെഡി ഉണ്ട്. ഞങ്ങൾ ഇൻഡിവിജ്വലി വേറെ ടീമിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കളിക്കില്ല, ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല. അതെനിക്ക് വിഷമായ ഒരു ഇൻസിഡന്റ്. അതായത് എൻ്റെ ഡെൻ റൂമിൽ ഇരുന്ന് നാടകം സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കണത് നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തെന്ന് ചോദിക്കുന്ന സമയത്ത് ജാസ്മിനോട് പറയുന്നത് ഇതൊക്കെ ലൈവിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ എപ്പിസോഡ് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ലൈവിൽ കൃത്യമായിട്ട് എന്തായാലും വന്നിട്ടുണ്ടാവണം. അതായത് ആ റൂമിൽ പൂട്ടിയ സമയത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നത് എൻ്റെ ടീമിൽ ഉള്ള സീക്രറ്റ്സ് ഞാൻ പറയില്ല. എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനും പറയുന്നത് ഞാൻ പറയില്ല. എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഡേഞ്ചർ പോയിന്റ് എനിക്ക് ജാസ്മിൻ്റെ മേത്ത് കഷ്ടപ്പെട്ട് ഒട്ടിച്ച് ജാസ്മിൻ ഔട്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അവരെ ജയിപ്പിച്ചാൽ പോരെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോണ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ജാൻമണി വന്നിട്ട് ഒരു എപ്പിസോഡിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, ഈ ഗബ്രി പറഞ്ഞിട്ടുണ്ട് അട്രാക്ഷനെ കുറിച്ചിട്ട്. സോ ഇത് ഗബ്രി എങ്ങനെ എടുക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ ആൾക്കാരത് ഭയങ്കര ഇതായിട്ട് തന്നെ എടുത്തേക്കണേ. കാരണം പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതിനെന്താണ് ഒരു ക്ലാരിറ്റി? I would call that bullshit basically. അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. That's bullshit. That's simple bullshit. അതായത് എന്നെ അഫക്റ്റ് ചെയ്തത് ജാസ്മിനെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ച വിഷ്വലല്ല എന്നെ അഫക്റ്റ് ചെയ്തത്. അത് ഓക്കെ, അത് പറയാം, അത് എനിക്കറിയാം, ജാസ്മിൻ അറിയാം ഞങ്ങൾ തമ്മിലുള്ള എന്താന്ന്. റസ്മിനെ ചേർത്ത് വായിച്ചതാണ് എനിക്ക് പ്രശ്നം വന്നത്. കാരണം പൂജയുടെ അടുത്തും അഭിഷേകിൻ്റെ അടുത്തും ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചെന്നാ സംസാരിക്കണേ. ആ വീട്ടിലെ എല്ലാവരെയും പ്രശ്നം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഗബ്രി ആരുടെ അടുത്തും വയൽക്കാട് എൻട്രികളുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നായിരുന്നു പ്രശ്നം. ഞാൻ ചെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് രാത്രി 1 മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് ക്ലാരിറ്റിയാണ് കൊടുക്കണേ, എന്താണ് ജാസ്മിനും ഞാൻ തമ്മിലുള്ള ബന്ധം. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം കൃത്യമായിട്ടാണ് ഞാൻ ചോദിക്കണേ. അതായത് ജാസ്മിനോട് ഞാൻ ചെയ്യുന്ന ഫിസിക്കൽ ഇൻറ്റിമസി മുഴുവൻ ഞാൻ ഇവിടെ പലരോടും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ ഒന്നും ആളുകൾ നെഗറ്റീവായിട്ട് കാണുന്നില്ല. ജാസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിനൊരു വൾഗർ സൈഡ് ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റസ്മിന് ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട്, കവളത്ത് അല്ലെങ്കിൽ നെറ്റത്ത് കെട്ടിപ്പിടിക്കാറുണ്ട്, കൈ പിടിച്ചിരിക്കാറുണ്ട്. ജാസ്മിൻ്റെ അടുത്ത് കാണിക്കുന്ന സെയിം ഫിസിക്കൽ ഇൻറ്റിമസി അവിടെയും കാണിക്കുന്നുണ്ട്. പക്ഷേ റസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ജാസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്നാണ് പൂജയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. അത് പൂജയ്ക്ക് മനസ്സിലായി. ആ വീഡിയോയിൽ പോലും പൂജ പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് പൂജ പറയുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷവും പൂജയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, അതിൻ്റെ അകത്തുള്ളപ്പോഴും ഞാൻ പൂജയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പൂജൻ്റെ അടുത്ത് കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മനസ്സിലായി. ജാൻമണിയുടെ അടുത്ത് ഞാൻ അവിടെ സംസാരിച്ചിട്ടേ ഇല്ല. ജാൻമണി അപ്പുറത്ത് വേറെ പണി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആ സമയത്ത്. അത് കേട്ടിട്ട് അങ്ങനത്തെ ഒരു സാധനം അലിഗേഷൻ പോയിട്ട് അത് ചിന്ത പോലും ഐ വുഡ് സേ ദാറ്റ്സ് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ. കാരണം ഞാനും റസ്മിനും തമ്മിലുള്ള ഡൈനാമിക് വാസ് വെരി ക്ലിയർ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ. ഞങ്ങൾ ബ്രോ ആയിരുന്നു, അതിൽ ജെൻഡർ പോലും ഇല്ല. there's no male female female ഒന്നുമില്ല. റസ്മിൻ വാസ് ലൈക്ക് എ ബ്രോ. അതായത് എൻ്റെ പുറത്തുള്ള നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാണോ ആ മൂഡായിരുന്നു റസ്മിനായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ ആ ഒരു ഭയങ്കര കംഫർട്ട് വരുന്നത്. ഞാൻ വേറെ ആ വീട്ടിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ കുറവാണ്. എല്ലാവരെയും ഞാൻ പോയി കെട്ടിപ്പിടിക്കാറില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കെട്ടിപ്പിടിക്കും, അവരെ കടിക്കും, ഉമ്മ വയ്ക്കും, എല്ലാം ചെയ്യാറുണ്ട്. അത് ബേസിക്കലി എൻ്റെ ക്യാരക്ടറുള്ള സാധനം. ആ ഒരു ഫിസിക്കൽ ഇറിറ്റേറ്റ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് അവരെ ഉപദ്രവിക്കുക, മാന്ത, ആ സാധനമൊക്കെ നാച്ചുറലി എനിക്ക് ഉള്ള സാധനങ്ങളാണ്. റസ്മിൻ്റെ അടുത്ത് ചെയ്യുമ്പോഴും അത് കുഴപ്പമില്ല, ജാസ്മിൻ്റെ അടുത്ത് അത് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടെന്നുള്ളതാണ് പൂജയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജാൻമണിയാണ് അവിടെ അത് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അട്രാക്ഷൻ എന്നുള്ളൊരു വാക്ക് ആ ലൈവിൽ അല്ലെങ്കിൽ പൂജയുടെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് റസ്മിൻ്റെ അടുത്ത് എനിക്ക് അട്രാക്ഷൻ ഉണ്ടെന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം, കാണിച്ചു തരാണെങ്കിൽ.
അത് കഴിഞ്ഞിട്ട് ഈ വൈറലായിട്ടുള്ള കുറെ ക്ലിപ്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ജാൻമണി പറഞ്ഞ സംഭവം കഴിഞ്ഞിട്ട് ആൾക്കാർ തപ്പി പിടിച്ചെടുത്തിട്ടുള്ള കുറെ സംഭവങ്ങൾ. റസ്മിനോട് ഞാൻ പറയുന്നത്, റസ്മിന്റെ കൂടി ഇരിക്കുന്ന റസ്മിനോടെ അത് കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും ഇല്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ച വേറെ കാര്യം നോക്കിയാൽ മതി. ലാലേട്ടൻ ആ വിഷ്വൽ കാണിക്കുന്ന സമയത്ത് റസ്മിന എവിടെയായിരുന്നു, എന്താ ചെയ്തിരുന്നതെന്ന് അറിയോ? റസ്മിൻ എൻ്റെ കൈമ പിടിച്ചിട്ടിരിക്കുക. റസ്മിൻ എൻ്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു, ഡോണ്ട് വറി, എനിക്കറിയാം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ തമ്മിലുള്ളത് എന്താണെന്നുള്ളത് ചെയ്ത ആൾക്ക് അറിയാമെന്ന് അവൾ അപ്പം തന്നെ കൈപിടിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഷോക്കായി, ഞാൻ ഓണസ്റ്റ്ലി ഷോക്കായി. കാരണം ജാസ്മിനെ ചേർത്ത് കൂട്ടി വായിക്കാം, ഓക്കെ, വേറൊരു പെൺകുട്ടിയുടെയും കൂടി ഇതിലേക്ക് വലിച്ചഴിച്ച് ഇതിനെ വേറൊരു രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. അതൊരു സെൻസിബിൾ ഗെയിം അല്ല. ഗെയിം പെർസ്പെക്റ്റീവിലാണെങ്കിലും ക്യാരക്ടർ പെർസ്പെക്റ്റീവിലാണെങ്കിലും അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഓൾറെഡി രണ്ടുപേരെ ചേർത്ത് വായിച്ച് അവരെ അടിച്ചൊരു മൂലയ്ക്ക് ഇട്ടേക്കാണ്. അതിലേക്ക് വേറൊരാളെയും കൂടി അതിൻ്റെ അകത്തേക്ക് വലിച്ചഴിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞതിലും എനിക്ക് കുഴപ്പമില്ല, പറയാം, ആർക്ക് വേണമെങ്കിലും എന്ത് ദണ്ഡത്തിന് വേണമെങ്കിലും പറയാം. പക്ഷേ മറ്റൊരു പെൺകുട്ടീനെയും കൂടി ഇതിലേക്ക് ഈ ചട്ടിലേക്ക് എടുത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് വറക്കേണ്ട ആവശ്യമില്ല. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ജാസ്മിനെ പറ്റിയിട്ട് വേറെ അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു റൂൾ ബുക്കിൽ ഉള്ള ഒരു സംഭവം കൂടെയാണ്. പല പ്രാവശ്യം ആ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഗബ്രി അടുത്തുണ്ടായിരുന്നു എന്നുള്ളതും ഒരു വലിയൊരു പോയിന്റാണ്. 2-3 ഞാൻ അടുത്തൊന്നുമില്ല, മൊത്തമല്ല ഞാൻ പറഞ്ഞ ചില ഇൻസിഡന്റുകളിൽ ഗബ്രി ഉണ്ടായിരുന്നു. അപ്പോ മറ്റേ ബിഗ് ബോസിൽ മറ്റേ കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അവര് സീക്രട്ട് ആയിട്ട് സംസാരിക്കാൻ. ഗബ്രി മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് ആംഗ്യ ഭാഷയെ കൂടെ സംസാരിക്കാൻ പറ്റില്ല. ജാസ്മിൻ എന്നോട് ഇപ്പൊ മൈക്ക് ഇടാണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജാസ്മിനോട് സംസാരിക്കുന്നത് മൈക്ക് ഇട്ടിട്ട് തന്നെയാണ്. പിന്നെ ആ മൈക്ക് എന്ന് പറയുന്നത് ലേപ്പിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അതിന്റെ മീറ്റർ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എന്താ സംസാരിക്കണേ എന്നുള്ളത്. ആ വീട്ടിൽ പിന്നെ മൈക്ക് ധരിച്ചില്ലെങ്കിലും ഏത് കോർണറിൽ ആര് പോയിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാലും അതൊക്കെ എടുക്കാനായിട്ടുള്ള സെറ്റപ്പ് അതിൻ്റെ അകത്തുണ്ട്. ബെഡിന്റെ അടിയിൽ, ടീപ്പോയുടെ അടിയിൽ, ഇരിക്കുന്ന കിച്ചണിലടക്കം, ഫ്രിഡ്ജിന്റെ സൈഡിലടക്കം എല്ലായിടത്തും ഹിഡൻ ആയിട്ടുള്ള മൈക്കുകൾ ഉണ്ട്. അതും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്ക് ഉണ്ട്. നമ്മൾ ഇതുപോലും റീഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള മൈക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. അത്രയും മൈക്ക് ഉണ്ട് ബാത്റൂമിൻ്റെ അകത്ത്, ടോയ്ലറ്റിൻ്റെ അകത്ത്. വെൻ യു ആർ പീയിങ് ദേ ആർ ലിസണിങ് ടു ഇറ്റ്. ഫ്ലഷ് ചെയ്യണ ഒച്ച വരെ അവർക്ക് കേൾക്കാം. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ സീക്രട്ടായിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനുമില്ല. ജാസ്മിൻ മൈക്ക് ഇട്ടില്ലെങ്കിൽ ഞാൻ മൈക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ സീക്രട്ടായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. അതിൽ മറന്നു പോകണതാ ജാസ്മിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈക്ക് എവിടെയും കൊണ്ടുപോയിക്കും. ചിലപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുമ്പോഴായിരിക്കും അവിടെ ഇട്ടുകൊണ്ട് മറന്ന് വേറെ പരിപാടിയിലേക്ക് പോകും. ഏറ്റവും വലിയ കാര്യം ജാസ്മിൻ മാത്രമല്ല മൈക്ക് ധരിക്കാത്തത്, മൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കാത്ത കുറേ പേര് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എതിരെ ഒന്നും വലിയ ആക്ഷൻ എടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരണി ചേച്ചീനെ ഒരാഴ്ചയിൽ ഒരു 6 പ്രാവശ്യം എന്തോ വിളിച്ച് പറഞ്ഞു മൈക്ക് ധരിക്കുക എന്ന്. മൈക്ക് ശരിയായി ധരിക്കുക എന്നല്ല, ശരണ്യ മൈക്ക് ധരിക്കുക എന്നൊരു 6 പ്രാവശ്യം എന്തോ വിളിച്ച് പറഞ്ഞു. ഒരു ആക്ഷൻ എടുത്തില്ല. സിബിൻ എപ്പോഴും മൈക്ക് ധരിക്കാൻ മറന്നു, എവിടെയെങ്കിലും വെച്ച് അവിടെ വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോവും. പക്ഷെ അവർക്കെതിരെ ഒന്നും ഇതേപോലെ ഇത്രയും സീരിയസ് ആയിട്ട് ജാസ്മിൻ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. കുറേ പ്രാവശ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് മറന്നു പോയിട്ടുണ്ട്. ധരിക്കാതിരുന്നിട്ടില്ല. നമ്മൾ ഒരിക്കലും ഡെലിബറേറ്റ്ലി മൈക്ക് അഴിച്ചു വെച്ച് സംസാരിച്ചിട്ടില്ല. കിടക്കുമ്പോഴും ബാത്റൂമിലും അല്ലാതെ മൈക്ക് അഴിച്ചു വെക്കാറില്ല. കിടക്കുമ്പോൾ മൈക്ക് അഴിച്ചാൽ പോലും ഞാൻ എൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വോയിസ് റീഡ് ചെയ്യുന്ന രീതിയിലേ മൈക്ക് വയ്ക്കാറുള്ളൂ. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് പോസ്റ്റ് ഗബ്രി എവിക്ഷനെ പറ്റിയിട്ടാണ്. ഈ ഗബ്രിയുടെ എവിക്ഷൻ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗബ്രിയുടെ എവിക്ഷൻ തന്നെ ബിഗ് ബോസിൽ വലിയൊരു ചർച്ചാ വിഷയവും കാര്യങ്ങളായിരുന്നു. അപ്പോഴും ഈ ജാസ്മിന്റെ ആ ഒരു പറഞ്ഞ റിയാക്ഷനുകൾ ഉണ്ടല്ലോ, ഗബ്രി എവിക്റ്റ് ആയെന്ന് പറയുമ്പോഴുള്ള റിയാക്ഷൻ, അതില് ആൾക്കാർ പറയുന്നൊരു ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ പറഞ്ഞ ഗബ്രിയിലാണ് എനിക്ക് പറ്റില്ല ഷോയിൽ എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം ഗബ്രി പുറത്തുനിന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ ഗബ്രി പിന്നീട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, എങ്ങനെയാ കാണുന്നത്? ഈ ഭൂമിയിൽ നമ്മളൊഴിച്ച് നമുക്ക് ആരെയും 100% മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, കൂടപ്പിറപ്പായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഭൂമിയിൽ ഒരാളെയും 100% അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. ജാസ്മിൻ്റെ കാര്യത്തിൽ എനിക്കുള്ള സംശയം, ഇത്രയും ദിവസം ലൈവും വീഡിയോസും ഇതെല്ലാം കണ്ടിട്ടും ആ കുട്ടിയുടെ ബേസിക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പുറത്തുള്ളവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ്സ് വെരി സാഡ്. അവളുടെ ബേസിക് ഐസ്ക്രീം പോയൊരു ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ജാസ്മിൻ്റെ ഐസ്ക്രീം റോക്കി എടുത്ത് കഴിച്ചു ഫ്രീസറിൽ നിന്ന്. അന്ന് ജാസ്മിൻ റിയാക്ട് ചെയ്തത് ഒരു 6-7 വയസ്സുള്ള കൊച്ചിൻ്റെ പോലെ കണ്ടിട്ടുണ്ടോ? അത് ജെന്യുവിൻ റിയാക്ഷൻ, അത് അഭിനയമല്ല.
അവള് ചിരിക്കുന്നതും കരയുന്നതും അങ്ങനെയാണ്. അതായത് ഭയങ്കര കിഡിഷ് ആയിട്ട് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് നമുക്ക് തോന്നാവുന്ന ഇമ്മച്ചുവർ ആണ്. അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഷീ ഈസ് ഇമ്മച്ചുവർ. ഷീ ഈസ് 23 years old, പക്ഷേ ഷീ ഈസ് വെരി ഇമ്മച്ചുവർ. ചില കാര്യങ്ങളിൽ, ഇമോഷണൽ കാര്യങ്ങളിൽ പെട്ടെന്ന് ഇമോഷണൽ ആവും. കരയുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സ് 15 വയസ്സുള്ള പിള്ളേർ, 12 വയസ്സുള്ള പിള്ളേർ അവർക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന രീതിയിലാണ് ജാസ്മിൻ എല്ലാ കാര്യങ്ങൾക്കും സില്ലി ആയിട്ടാണ് കരയാറ്. വേറൊരു കാര്യം, എപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയാലും ജാസ്മിൻ ചിരിക്കാറുണ്ട്. എത്ര വിഷമത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ജാസ്മിൻ ഞാൻ ചിരിപ്പിക്കാറുണ്ട്. പക്ഷേ എവിക്ഷൻ നിൽക്കുമ്പോൾ ചിരിക്കുന്നത് എന്തുകൊണ്ട് ചിരിച്ചൂടാ? എൻ്റെ മുഖത്ത് നോക്കിയാൽ ചിരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ലുക്ക് അറ്റ് മൈ ഫേസ്. എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇങ്ങനെ പിടിച്ച് നിർത്തി പറയാം, എൻ്റെ മുഖത്ത് നോക്ക് ജാസ്മിൻ, എൻ്റെ മുഖത്ത് നോക്ക്. എൻ്റെ മുഖത്ത് നോക്കുമ്പോഴും അവൾ ചിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ പോവും. അത് ഞാൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഈ ആഴ്ച ഞാൻ പോവും, വിഷമിക്കരുത്, നന്നായിട്ട് കളിക്കണം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവൾക്കറിയാം, അവൾക്ക് പക്ഷെ മനസ്സിൻ്റെ എവിടെയോ ഒരു ഭാഗത്തിൽ അവൾ വിചാരിക്കുന്നുണ്ട് അവളാണ് പോകാൻ സാധ്യത കൂടുതൽ, ഞാൻ അവളെക്കാളും നല്ല പ്ലെയറാണ്, ഞാൻ ഇപ്പോൾ പോവില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ചിരിയല്ല അത്. ഞാനാണെങ്കിലും ചില സമയത്ത് എക്സ്ട്രീം വിഷമം വരുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്മൈൽ ചെയ്തിട്ടാണ്, കാരണം അതിനെ എങ്ങനെ എടുക്കണം, ആ ഒരു ഷോക്കിൽ നമുക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതാവാം, ഇതല്ലാതിരിക്കാം. പക്ഷെ എനിക്ക് ജാസ്മിൻ അറിയാവുന്നിടത്തോളം ആളുകൾ പറയുന്നത് എന്നെ ബാധിക്കില്ല. ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും. ഒരു കൗണ്ടർ പറഞ്ഞാലോ, അതായത് ഗബ്രിയുടെ എവിക്ഷൻ ജാസ്മിൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലോ? ആഗ്രഹിച്ചോട്ടെ, ഇറ്റ്സ് എ ഗെയിം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ഗെയിം, വി ഹവ് നെവർ പ്ലേഡ് ടുഗെദർ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ എവിക്ഷൻ ജാസ്മിൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് ഡെസിഷൻ. കാരണം എന്നെ പുറത്താക്കുക എന്നുള്ളത് ജാസ്മിൻ്റെ ആവശ്യമായിരുന്നെങ്കിൽ അപ്പം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു വി വർ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് എന്നുള്ളത്. അപ്പോഴും ജിൻഡോ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, എന്ത് ഈ പറഞ്ഞ നീ ഒറ്റൊരുത്തി കാരണമാണ് ഗബ്രി പുറത്തായെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, എനിക്കതിന് പ്രശ്നമില്ലെങ്കിലോ, കഴിഞ്ഞില്ലേ? ഐ സീ ദാറ്റ് ആസ് എ ഗെയിം. അത് ലൈഫൊന്നുമില്ല. എന്നെ അവൾ മറ്റേ കപ്പലിൽ നിന്ന് കടലിലേക്ക് തള്ളിയിട്ട് കൊന്നിട്ടൊന്നുമില്ല. എന്നൊരു ഗെയിമിൽ നിന്ന് അവൾ പറഞ്ഞ് പുറത്താക്കിയതാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഇഫ് ഷീ ക്യാൻ ഔട്ട് സ്മാർട്ട് മീ, ഷീ ഈസ് എ ഗുഡ് ഗെയിമർ എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗബ്രി കുറച്ച് ഓണസ്റ്റ് ആയിരുന്നു അവിടെ. എന്ത് ഓണസ്റ്റ് ആയിരുന്നു എന്ന് ഈ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ? അതെ, ഞാൻ എൻ്റെ ഗെയിം ഭയങ്കര ഓപ്പൺ ആയിട്ട് കളിച്ചിട്ടുള്ള ആളാണ്. ഗെയിമെന്നേ ഞാൻ കരുതിയിട്ടില്ല. ഞാൻ രാവിലെ എഴുന്നേക്കുക, എനിക്ക് ചെയ്യാൻ തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. ഐ വുഡ് സേ ദാറ്റ്സ് ബിഹേവിയർ ഫോർ മീ. എൻ്റെ നാച്ചുറൽ ഡെയിലി ലൈഫിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ടാസ്കുകൾ വരുമ്പോൾ ടാസ്കുകൾ 100% മാക്സിമം പെർഫോം ചെയ്യുക, ക്രിയേറ്റീവ് സൈഡിൽ ക്രിയേറ്റീവ് 100% ആയിട്ട് കൊടുക്കുക. അതായിരുന്നു എൻ്റെ ആവശ്യം. നിൽക്കുമ്പോൾ എൻജോയ് ചെയ്ത് എല്ലാവരുടെ അടുത്തും പാട്ടും പാടി ഡാൻസും കളിച്ച് നിൽക്കുക. ഞാൻ ഒരിക്കലും മാറിയിരുന്നിട്ടില്ല. സിബിൻ്റെ അടുത്ത് പോലും, അല്ലെങ്കിൽ എന്നെ അത്രയും അറ്റാക്ക് ചെയ്തവരുടെ അടുത്ത് പോലും ഞാൻ മാറി നടന്നിട്ടില്ല. പാട്ട് പാടുന്ന സമയത്ത് അവരുടെ കൂടെ ആണെങ്കിലും പോയിരുന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം. ഐ ഹാവ് എക്സാക്ട് ക്ലാരിറ്റി ഇൻ ഓൾ ഓഫ് ദാറ്റ് സെൻസസ്. കറക്റ്റായിട്ട് എന്നെ പുറത്താക്കിയതാണോന്നോ അല്ലെങ്കിൽ എനിക്കെതിരെ കളിച്ചിട്ടുണ്ടോന്നോ മറ്റേ അത് അവളുടെ മിടുക്കാണെന്നോ, ഇത് എല്ലാം എനിക്കറിയാം മിടുക്കാണോ എന്ന്. അല്ല, എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞാൽ ജാസ്മിൻ എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്, ഏത് തരത്തിലാണ് റിയാക്ഷൻ വരുന്നത് എന്നുള്ളത് എനിക്കറിയാം. ജിൻഡോ ചേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, അവൻ നിന്നാലും പോയാലും എൻ്റെ മിടുക്ക്. നിന്നാലും എൻ്റെ മിടുക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ അത്രയും ദിവസം എന്നെ അവിടെ പിടിച്ചത് ന്യൂട്രൽ ഗെയിം അല്ലേ? ന്യൂട്രൽ ഗെയിമാണ്. അവിടെ അവളുടെ ആവശ്യം ജിൻഡോ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് എതിർക്കുക എന്നുള്ളതാണ്. ജിൻഡോ ചേട്ടനെ അടിച്ച് താഴെയിടുക എന്നുള്ളതാണ് അവളുടെ ആവശ്യം. കാരണം ഓൾറെഡി ഗ്രീവിംഗ് എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് അതൊരു ലോകമാണ്. ആ ലോകത്ത് നിന്ന് ഒരാൾ പുറത്താവാന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നതിന് തുല്യം തന്നെയാണ് ആ ലോകത്ത്. ഇനി ഒരിക്കലും എനിക്ക് ജാസ്മിൻ്റെ കൂടെ അവിടെ കൈപിടിച്ച് നടക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എത്ര ആഗ്രഹിച്ചാലും പറ്റില്ല. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ഗെയിം പെർസ്പെക്റ്റീവിൽ അയാൾ മരിച്ചു, അയാൾ പോയി. അപ്പോൾ ഓൾറെഡി ഗ്രീവൻസ് പീരീഡിലാണ്. ഗ്രീവൻസ് പീരീഡിൽ നിൽക്കുമ്പോഴാണ് ജിൻഡോ ചേട്ടൻ വന്നിട്ട് ട്രിഗർ ചെയ്യണത്. അതും അവൾ ജിൻഡോ ചേട്ടനോടേ അല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്, നന്ദനയോടും ബേറാനോടുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ജിൻഡോ അതിലേക്ക് കയറി ഇടപെടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളെ അറ്റാക്ക് ചെയ്താൽ അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഈ ഭൂമിയിൽ ആരും നോക്കില്ല. അല്ലെങ്കിൽ അത്രയും പേഷ്യൻസ് വേണം, എനിക്കില്ല. എൻ്റെ അടുത്തൊക്കെ ജാസ്മിൻ പുറത്തായ ദിവസം അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായന നല്ല വർത്താനം വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇമോഷണലി ആയിട്ടാണ് വർക്ക് ചെയ്യണം, ഇന്റലക്ച്വലി അല്ല. ഇന്റലക്ച്വലി വർക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റ് പോയിന്റ്സ് വെച്ചിട്ട് കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇമോഷണലി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരെ തളർത്തണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ വായിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയാം. ബേസിക്കലി അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എന്നെ പുറത്താക്കണം എന്ന് ജാസ്മിൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് പ്രശ്നമില്ല.